സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ അറബിക്കടലിൽ എസ്പെഷ്യലി പശ്ചിമ തീരത്ത് അടിക്കടിയുണ്ടായി 2 കപ്പൽ ദുരന്തങ്ങളെ കുറിച്ചിട്ടാണ്. ഒരു കപ്പൽ ദുരൂഹ സാഹചര്യത്തിൽ നിന്നു പോവുകയും അത് ആഴിക്കടിയിലേക്ക് താഴുന്ന അവസ്ഥയിൽ താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. അതിനകത്തുനിന്ന് ഉള്ള ക്രൂവിനെയൊക്കെ നമ്മുടെ നാവികസേനയൊക്കെ കൂടി രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് 1-2 ആഴ്ച ആയില്ല. അതിനിടയ്ക്ക് വേറൊരു കപ്പൽ ദുരൂഹ സാഹചര്യത്തിൽ വൻപിച്ച തീപിടുത്തം അതിനകത്ത്. അപ്പോൾ അതിൽ നിന്നുള്ള ജീവനക്കാരെ കരയിലെത്തിച്ചിട്ട് പെട്ടെന്ന് ബേപ്പൂർ ആ ഭാഗത്ത് ഇമിഗ്രേഷൻ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുകയും ചികിത്സ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ആദ്യത്തെ കപ്പലിൻ്റെ രജിസ്ട്രേഷൻ ലൈബീരിയ, ആഫ്രിക്കയിൽ. അത് ടൂറിസമായിട്ട് എത്രയോ കാലമായിട്ട് ഒരിടത്തും പാസ്സാകാത്ത ഈ വെഹിക്കിളിന് ലൈസൻസ് കൊടുക്കുന്ന പറഞ്ഞ പോലെ ഏത് കപ്പലിനും അവിടുന്ന് അവരുടെ കൊടി പാറിപ്പിക്കാനുള്ള ലൈസൻസ്, അത് വലിയ അവരുടെ ഒരു വൻപിച്ചൊരു ബിസിനസ്സായിട്ട് ആ കൊടിയും പാറിക്കൊണ്ടാണ് ആ കപ്പൽ വന്നത്. ഇപ്പോൾ രണ്ടാമത്തത് ആക്ച്വലി കൊളംബോയിൽ നിന്ന് വന്ന കപ്പൽ ശരിക്കും ചൈനീസ് കപ്പലായിരുന്നു. ഈ രക്ഷപ്പെടുത്തിയ ക്രൂവിൽ ഉള്ള ചൈനക്കാരെയൊക്കെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരിച്ച് ചൈനയിലെത്തിക്കാനുള്ള പരിപാടി ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ യാദൃച്ഛികമാണോ എന്നുള്ള ഒരു സംശയം, അതിപ്പം നാഷണൽ മീഡിയയിൽ തന്നെ ഒരു ഡിബേറ്റിൽ കാര്യമായിട്ട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെ എന്തിന് സംശയിക്കണം? ഒരു പ്രധാന കാര്യം ആക്ച്വലി വിഴിഞ്ഞം തുറമുഖം വളരെ ലോകശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ വൻപിച്ച തോതിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ത്രെട്ട് ശരിക്കും ഉണ്ടാകേണ്ട അവസ്ഥ ചില വേറെ റിപ്പോർട്ട്, ഇപ്പോൾ എസ്പെഷ്യലി ദുബായ്, സിംഗപ്പൂർ അവരുടെയൊക്കെ ബിസിനസ് കുറച്ച് കുറയുമെന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ എങ്ങനെയെങ്കിലും ഈ പോർട്ടിനെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ഇന്ന് അറബിക്കടലിലെ ഈ ഭാഗമെല്ലാം വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. കപ്പലുകൾക്ക് അത്ര വലിയ സേഫ്റ്റി ഇല്ല എന്നൊക്കെ കാണിക്കുവാനായിട്ടുള്ള ഒരു യജ്ഞമായിക്കൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കണം? അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു തുടക്കം പോലും ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല. അതിനുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ അതിനൊരു തുമ്പും കിട്ടാത്ത അവസ്ഥയാണ്. അത്ര എളുപ്പത്തിലൊന്നും അത് തെളിയിക്കാൻ ഒക്കാത്ത കാര്യമായിരിക്കും. പക്ഷേ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ സംശയം ശരിക്കും ഒരു മനസ്സിരുത്തി നിലപാടെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതെങ്ങനെ ഉണ്ടാകുമെന്നുള്ള സംശയമുണ്ട് എനിക്ക്. കാരണം ഈ രണ്ടാമത്തെ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുമായിട്ടുള്ള ബന്ധം എന്തോ ദുരൂഹ കാരണങ്ങളാൽ ചൈനയെ നമ്മൾ ഒരിക്കലും ഒരു ശരിക്കും പാകിസ്ഥാനെ കണക്കാക്കുന്ന ഒരു ശത്രു രാജ്യമായിട്ട് ലേബൽ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഭരണകൂടം മടിക്കുന്നു. അതിൻ്റെ കാരണം മനസ്സിലായില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ വാജ്പേയി സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ എക്കാലത്തെയും ശത്രു ചൈനയാണ്. ആ തരത്തിലൂടെ നമ്മുടെ വിദേശകാര്യം നടത്തിപ്പ് ഉണ്ടാകേണ്ടതെന്ന് അത് പറഞ്ഞത്. അത് തന്നെയാണ് ഇന്നും ആവശ്യം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള ട്രേഡ് ഒരു തരത്തിലും അതിനെ ബാധിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ മാത്രമേ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിൽ വൻ ലോബികൾ കാണാം. അതിൻ്റെ ബെനിഫിഷ്യറീസ് വിചാരിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നയങ്ങളിൽ കാര്യമായി കൈകടത്താൻ സാധിക്കുമായിരിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇത്തവണത്തെ GDP ഇതെല്ലാം കണക്കുകളൊക്കെ വന്നത് ജപ്പാനെ പോലും നമ്മൾ പിന്നിലാക്കിയിരിക്കുന്ന അവസ്ഥ. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ അപാകത എന്ന മാനുഫാക്ചറിങ് സെക്ടറിലെ വളർച്ച ഇല്ലയെന്ന് മാത്രമല്ല, അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒറ്റ കാരണം ഇവിടെ കിട്ടുന്ന ഈ ലൊടുക്ക് ചൈനീസ് സാധനങ്ങളുടെ വൻപിച്ച ഇറക്കുമതിയാണ്. ഇതിനെ നിരോധിക്കാതെ, ഭാഗികമായിട്ടെങ്കിലും ഇതിനെ നിരോധിക്കാതെ ഒരു തരത്തിലും ഇവിടുത്തെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് ഒരു മോക്ഷം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അത് ഒരു ഗൗരവമായ കാര്യമായിട്ട് എടുത്തിട്ട്
എന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ കൊള്ളാം. പക്ഷേ അതിനെതിരായിട്ടുള്ള ഇപ്പം തന്നെ അടുത്ത ആഴ്ചയായിട്ടാണെന്ന് തോന്നുന്നു ചൈനീസ് വൈസ് ഫോറിൻ മിനിസ്റ്റർ ഡൽഹിയിലെത്തുകയാണ്. അതായത് അവർക്ക് അവരുടെ നിലനിൽപ്പാണ്. എങ്ങനെയെങ്കിലും ട്രേഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഉപഭോക്തൃ രാജ്യമായിട്ട് ചൈനീസ് സാധനങ്ങൾക്ക് ഇന്ത്യ മാറും. കാരണം കാർ മാനുഫാക്ചറിങ്ങിൽ പോലും, എസ്പെഷ്യലി ഇത് ഇലക്ട്രിക് പവേർഡ് കാർ മാനുഫാക്ചറിങ് പോലും അവർ വൻപിച്ച മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പശ്ചാത്തലം. അപ്പോൾ ഇതിൽ നമ്മൾ എന്തുകൊണ്ട് പാകിസ്ഥാനോട് കാണിക്കുന്ന അവരുടെ ഭീകര പ്രവർത്തനങ്ങളോട് കൊണ്ട് സഹിക്കവയ്യാത്ത നിലയിൽ നമ്മൾ ആക്രമിച്ചു, ശരിയാണ്. പക്ഷേ ആ തരത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത, പാകിസ്ഥാനെ ഒരു ന്യൂക്ലിയർ പവറാക്കി തീർത്ത ചൈനയ്ക്കെതിരായിട്ട് നീങ്ങാനായിട്ട് എന്താണൊരു ഭയമാണോ അതോ അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക നേട്ടങ്ങളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ്. അത് ഞാൻ നിങ്ങളോട് വളരെ മനസ്സ് നൊന്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ഈ കപ്പൽ ദുരന്തങ്ങളുടെ പിന്നിലും ചൈനീസ് കരങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഭാവിയിലെങ്കിലും വെളിവാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാനുഫാക്ചറിങ് സെക്ടറിൽ ഒരു വൻ വിപ്ലവം തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രതിബന്ധമായിരിക്കുന്ന ഈ ചൈനീസ് ഇറക്കുമതിക്ക് തടയിടാൻ ഈ ഇരിക്കുന്ന സർക്കാർ തുനിയണം എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സാധനങ്ങളുടെ വില കൂടുമായിരിക്കും. അത് പക്ഷേ ചൈന ഉണ്ടാക്കി ഇവിടെ കൊണ്ട് ഇറക്കുന്ന ഒറ്റ സാധനങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കാതിരിക്കാനുള്ള സാഹചര്യമില്ല. കാരണം അതിനപ്പുറമായിട്ടുള്ള ടെക്നോളജി നമ്മളെ കയ്യിലുണ്ട്. അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധ നീങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.